ഹായ്, കെ പി എസ് വോയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൺസെപ്റ്റുകളിൽ വിശ്വസിക്കാനുള്ള കഴിവ്. അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സാങ്കല്പികമായ സൃഷ്ടികളിൽ പരസ്പരം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ മനുഷ്യന് സാധിക്കും. അങ്ങനെയുള്ള ചില സങ്കല്പങ്ങളിൽ ഒന്നാണ് പണം എന്നത്. യഥാർത്ഥത്തിൽ എന്താണ് പണം എന്നതിൻ്റെ ഉത്തരം അത് മൂല്യത്തിൻ്റെ ഒരളവാണ്. ഇറ്റ്സ് എ മെഷർമെൻറ്റ് ഓഫ് വാല്യൂ എന്ന് പറയാം. നിങ്ങൾ കൊടുക്കുന്ന സേവനം, നിങ്ങൾ വാങ്ങുന്ന സാധനം, അതിൻ്റെ വാല്യൂവിൻ്റെ ഒരു അളവാണ് പണം. ഈ പണത്തിലെ പ്രധാനപ്പെട്ടൊരു ക്ലാസിഫിക്കേഷനാണ് ജനറേഷണൽ വെൽത്തും നോൺ ജനറേഷണൽ വെൽത്തും. എന്താണ് ജനറേഷണൽ വെൽത്ത്? ജനറേഷണൽ വെൽത്തിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ കുടുംബമായാലും ശരി, നിങ്ങൾ നടത്തുന്ന ഒരു ബിസിനസ് ആയാലും ശരി, നിങ്ങൾ നടത്തുന്ന ഒരു കമ്പനി ആയാലും ശരി, നിങ്ങളുടെ പൂർവികർ അതുപയോഗിച്ച് പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അത് നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അത് വെച്ച് നിങ്ങൾ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ളവർ വളരുന്നു. ഇനി നിങ്ങളത് അടുത്ത ജനറേഷനിലേക്ക്, നിങ്ങളുടെ അടുത്ത ജനറേഷന് കൈമാറും. അവരും അത് വെച്ച് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർ ഈ സ്ഥാപനം വളർത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു ജനറേഷനിൽ നിന്നും ആരംഭിച്ച് അടുത്ത ജനറേഷനിലൂടെ പോയി, അതിൻ്റെ അടുത്ത ജനറേഷനിലൂടെ പോയി, അങ്ങനെ പടിപടിയായി വളർന്നുകൊണ്ടേയിരിക്കുന്ന തരം വ്യവസായങ്ങൾ, അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന തരം കുടുംബങ്ങൾ, ഇതിനെയാണ് നമ്മൾ ജനറേഷണൽ വെൽത്ത് എന്ന് പറയുക. എന്നാൽ മറ്റേത് നോൺ ജനറേഷണൽ വെൽത്താണ്. അത് ഒരു വ്യക്തി, ആ ഒരൊറ്റ ഇൻഡിവിജ്വൽ വ്യക്തി, അയാൾ നടത്തുന്ന സ്ഥാപനം, അയാൾ കൊടുക്കുന്ന സേവനം, അതിലൂടെ ഉണ്ടായി വരുന്നതാണ്. ആ വ്യക്തി എപ്പോൾ പ്രവർത്തനം നിർത്തുന്നുവോ ആ വ്യക്തിയിലൂടെ തന്നെ ആ പണം അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്യും. ലോകത്തെ ശക്തരായ ബിസിനസ്സുകാർ അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നരായ കുറച്ച് ആളുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇലോൺ മസ്ക്, അതുപോലെ തന്നെ ജെഫ് ബെസോസ് പോലുള്ള ബിസിനസ്സുകാരാണ്. ഇവരുടെയൊക്കെ പ്രത്യേകത, ഇവർ നോൺ ജനറേഷണൽ വെൽത്ത് ഉള്ളവരാണ്. അതായത് ഇവർ തന്നെയാണ് ഇവരുടെ കമ്പനി ആരംഭിച്ചത്. ആ കമ്പനി നടത്തി അവർ പണക്കാരായി, അവർ സമ്പന്നരായി. നേരെ മറിച്ച് നമ്മൾക്ക് ഇന്ത്യക്കാരോട് പണത്തിനെക്കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ സമ്പന്നതയെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേരാണ് അംബാനി കുടുംബം. സത്യം പറഞ്ഞാൽ ഈ അംബാനി കുടുംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ജനറേഷണൽ വെൽത്ത് ഉള്ളവരാണ്. ധീരുഭായ് അംബാനി ഒരു സ്ഥാപനം തുടങ്ങി, അത് മുകേഷ് അംബാനി, അനിൽ അംബാനി എന്ന ജനറേഷനിലേക്ക് വന്ന് അവരത് പെരുപ്പിച്ചെടുത്ത് ഇപ്പോൾ അടുത്ത ജനറേഷനിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. പല ബിസിനസ്സുകളും പുതിയ ജനറേഷൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേഷനിൽ ആരംഭിച്ച് അടുത്ത ജനറേഷനിലേക്ക് വന്ന് അതിൻ്റെ അടുത്ത ജനറേഷനിലേക്ക് പോയി ഓരോ തലമുറ ചെല്ലുന്തോറും ഈ സ്വത്ത് ഇങ്ങനെ വളർന്ന് വരികയാണ്. അപ്പോൾ ആ സ്വത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും അതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കും. ഇതാണ് ജനറേഷണൽ വെൽത്തിൻ്റെ പ്രത്യേകത. ഇനി ജനറേഷണൽ വെൽത്ത് പൊതുവെ സൈലൻറ്റ് മണി എന്നുകൂടെ അറിയപ്പെടാറുണ്ട്. അതായത് അവരുടെ കയ്യിൽ എത്രത്തോളം പണമുണ്ട്, അവരുടെ കയ്യിൽ എത്രത്തോളം ആസ്തി ഉണ്ട് എന്നത് പലപ്പോഴും പുറത്തേക്ക് അറിയാറില്ല. മാത്രമല്ല അതിൻ്റെ വ്യാപ്തി എത്രത്തോളം, അവരുടെ നെറ്റ്വർക്ക് എത്രത്തോളം ഡെപ്തിലാണ് പോകുന്നതെന്നും പുറമേക്ക് അത്ര അറിയാറില്ല. എങ്ങനെയാണ് ജനറേഷണൽ വെൽത്തിലേക്ക് പോവുക? നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ അതൊട്ടും ചോരാതെ അടുത്ത ജനറേഷനിലേക്ക് കൈമാറി അവരിലൂടെ അത് പെരുപ്പിച്ചെടുത്ത് എന്നും വളരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് എങ്ങനെ മാറ്റാം, അതിനുള്ള ടിപ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിന് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുകയാണ് വേണ്ടത്. ഒന്നാമത്തേത് ഇൻഡിവിജ്വൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കുക എന്നതാണ്. അതായത് നിങ്ങളുടെ കമ്പനി ആയിക്കോട്ടെ, നിങ്ങളുടെ കുടുംബമായിക്കോട്ടെ, ഓരോരോ വ്യക്തികളും ഇൻഡിവിജ്വലി ഇൻഡിപെൻഡൻ്റായി മാറുക. നിങ്ങൾക്കൊക്കെ പണം കിട്ടുകയും നിങ്ങളൊക്കെ അത് നിങ്ങളുടെ രീതിയിൽ ചിലവഴിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരാൾക്ക് മറ്റൊരാളെ സാമ്പത്തികമായി ഡിപ്പെൻഡ് ചെയ്യേണ്ടാത്ത ഒരവസ്ഥയിലെത്തുമ്പോൾ സ്വാഭാവികമായി ഇതിലുള്ള മത്സരം കുറയും, ഇതിലുള്ള ഡിമാൻഡ് കുറയും. നിങ്ങളുടെ കയ്യിലും പണമുണ്ട്, എൻ്റെ കയ്യിലും പണമുണ്ട്, ഇവൻ്റെ കയ്യിലും പണമുണ്ട്. അപ്പോൾ യഥേഷ്ടം പണമുണ്ടെങ്കിൽ തമ്മിൽ മത്സരിക്കേണ്ട ഒരാവശ്യവുമില്ല, തമ്മിൽ ഒരു സ്പർദ്ധ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. അങ്ങനെ ആകുമ്പോൾ അനാവശ്യ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അനാവശ്യ കോമ്പറ്റീഷൻ ഇല്ലാത്തപ്പോൾ സ്റ്റാറ്റസ് കാണിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാനും വേണ്ടി നമ്മൾ പണം ചിലവാക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ അനാവശ്യ കോമ്പറ്റീഷൻ ഇല്ലാത്തത് കൊണ്ട് പണം നമ്മുടെ കയ്യിൽ നിലനിൽക്കും. അതുകൊണ്ട് കുടുംബമായാലും ശരി, ബിസിനസ് ആയാലും ശരി, എവരിബഡി ഈസ് വെൽ പെയ്ഡ്, എവരിബഡി ഹാസ് ഇനഫ് മണി, എവരിബഡി ഈസ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് എന്നത് എപ്പോഴും ഉറപ്പുവരുത്തുക. അതിനുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഒന്നാമത് ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്നത് ഓരോരുത്തരും അവരവരുടെ പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കുക. ഈ ഒരു ഫ്ലെക്സിങ് കൾച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലെ പണത്തെ ചോർത്തിയെടുക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. അത് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് എന്ന് മറ്റുള്ളവർ അറിയുമ്പോഴാണ് പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല.
നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ അത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇലോൺ മസ്കിനെ നമുക്കറിയാവുന്ന ടെസ്ല കമ്പനിയുടെ സ്ഥാപകൻ എന്നതിനേക്കാൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പേരിലാണ്. ആമസോൺ കമ്പനിയുടെ മുതലാളി എന്നതിനേക്കാൾ ജെഫ് ബെസോസിനെ അറിയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പേരിലാണ്. അത്തരം ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം ഇപ്പോൾ അംബാനി കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം ഏറ്റവും വലിയ പണക്കാരൻ. പക്ഷേ അംബാനി കുടുംബത്തിൻ്റെ മൊത്തം ആസ്തി എത്ര എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരത് ഫ്ലെക്സ് ചെയ്യുന്നില്ല, അവരത് കാണിക്കുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നാണ്, എന്നാലും അവരത് പുറത്ത് കാണിക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായും അവരത് പുറത്ത് കാണിക്കണം, അവരുടെ പ്രൈവസി പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ടും അതറിയാൻ സാധിക്കില്ല. അറിയാത്തതിരിക്കുമ്പോൾ നമുക്ക് സേഫ്റ്റി കൂടുതലാണ്. അതാണ് രണ്ടാമത്തെ വിഷയം, നിങ്ങളുടെ പേഴ്സണൽ പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കുക. മൂന്നാമത്തേത് സിംപ്ലിഫൈ ചെയ്യുക എന്നതാണ്. ഫൈനാൻഷ്യൽ എക്സ്പെൻസസ്, പ്രത്യേകിച്ച് പേഴ്സണലായിട്ടുള്ള ഫൈനാൻഷ്യൽ എക്സ്പെൻസസിനെ സിംപ്ലിഫൈ ചെയ്യുക. ലോകത്ത് ജനറേഷണൽ വെൽത്ത് അഥവാ സൈലൻറ്റ് മണി കയ്യിലുള്ള എല്ലാവരുടെയും പ്രത്യേകത ഇവരാരും അത് പുറമെ കാണിക്കാറില്ല. ഇവരുടെ വരുമാനത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ പുറമേക്ക് കാണിക്കുന്ന അവരുടെ പണത്തിൻ്റെ തോതെന്ന് പറയുന്നത് അഥവാ അവരുടെ ചിലവെന്ന് പറയുന്നത് വളരെ കുറവാണ്. 10% താഴെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവരുടെ മൊത്തം ആസ്തിയുടെ 10% താഴെ മാത്രമേ ഇവർക്ക് വേണ്ടിയിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും ചിലവാക്കാറുള്ളൂ. ഇതൊക്കെ ഞാൻ വളരെ സിംപ്ലിഫൈഡ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വരുമാനവും അവരുടെ പണവും കമ്പയർ ചെയ്യുമ്പോൾ അവർ സിമ്പിളായിട്ടേ പോകാറുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ ചിന്തിക്കുക. നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ അതിൽ നിന്നും വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഉണ്ടാകാവൂ. ഇതിൻ്റെ സേഫ് മാർജിനാണ് 1/10 എന്ന് പറയുന്നത്. മൊത്തം കയ്യിലുള്ള പണത്തിൻ്റെ മാത്രം 10% മാത്രം ഉപയോഗിക്കുക എന്ന്. ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പണം ഉണ്ടാക്കാനും ഈ ഒരു ബിസിനസ് കൊണ്ട് നടത്താനുമായി നിങ്ങളുടെ ഒരു മൂല്യ സംഹിത ഉണ്ടായിരിക്കും, ഒരു വാല്യൂ സിസ്റ്റം. നിങ്ങളുടെ കമ്പനിക്ക് ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിനൊരു വാല്യൂ സിസ്റ്റം ഉണ്ടാകും. ആ വാല്യൂ സിസ്റ്റം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, അത് ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ ചെയ്ത ശേഷം അതടുത്ത ജനറേഷനെ കൈമാറുക. അത് പ്രവൃത്തിയിലൂടെ ആ കാലത്തിനനുസരിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അവരെ പഠിപ്പിക്കുക, അവരെ ട്രെയിൻ ചെയ്യുക, അവർക്കൊരു മെൻറ്റർഷിപ്പ് കൊടുക്കുക. നമ്മൾ കേരളത്തിലെ വളരെ പ്രമുഖരായ ഒരു ബിസിനസ് ഗ്രൂപ്പാണ് കല്യാൺ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരുടെ മോട്ടോ തന്നെ ശ്രദ്ധിച്ചില്ലേ, വിശ്വാസം അതല്ലേ എല്ലാം എന്നാണ്. ആ വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ളത് അവരുടെ ഒരു മെയിൻ പ്രിൻസിപ്പിളാണ്, അവരുടെ ഒരു മെയിൻ വാല്യൂ ആണ്. ആ വാല്യൂവിൽ അധിഷ്ഠിതമായിട്ടാണ് അവരുടെ ഓരോ തലമുറയും ബിസിനസ് നടത്തി വന്നിട്ടുള്ളത്. ഇനി അടുത്തത്, ഇത് അവസാനമായിട്ട് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണെന്നുള്ളതാണ്. നിങ്ങൾ ക്ലാസിക്കായിട്ടുള്ള ബിസിനസ്സുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നത്. ലോകത്ത് പണം പെരുപ്പിച്ചെടുത്ത എല്ലാവരുടെയും പ്രത്യേകത അവർ ക്ലാസിക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയതാണ്. ഒരിക്കലും വാല്യൂ താഴ്ന്നു പോകാത്ത തരം കാര്യങ്ങൾ ആ പണം വെച്ച് വാങ്ങുക. ഒരു ഷെയർ നിങ്ങൾ വാങ്ങി അത് വിറ്റു, അത് വില കൂടിയ സമയത്ത് നിങ്ങൾ വിറ്റു, നിങ്ങൾക്ക് ലാഭമുണ്ടായി. വീണ്ടും നിങ്ങൾ ഷെയറിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഷെയർ വില കൂടുകയോ കുറയുകയോ ചെയ്യാം. ചിലപ്പോൾ നല്ല ഫ്ലറിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന കമ്പനി ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് ഒരു ഷെയർ വാല്യൂ പിന്നാക്കം പോരുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ക്ലാസിക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. എന്തും സംഭവിക്കാം, എപ്പോൾ വേണേൽ സംഭവിക്കാം. ഇതൊരു ഗാംബ്ലിംഗ് ഉണ്ട് അതിനകത്ത്. എന്നാൽ നേരെ മറിച്ച് നിങ്ങളെ പണം കൊണ്ട് ഭൂമി വാങ്ങിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ഗ്ലാസ്സുകൾ ഗോൾഡ് വാങ്ങി അല്ലെങ്കിൽ സിൽവർ വാങ്ങി, ഇത്തരം മെറ്റൽസ് വാങ്ങി, ഡയമണ്ട് പോലെയുള്ള പ്രഷ്യസ് സ്റ്റോണുകൾ വാങ്ങി. ഇത്തരം സ്റ്റോണുകൾ, ഗോൾഡ്, അതുപോലെ റിയൽ എസ്റ്റേറ്റ്, സ്പേസ്, ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ കുറഞ്ഞു പോകാത്ത സാധനങ്ങളാണ്. ഇനി അഥവാ താൽക്കാലികമായ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 5 കൊല്ലത്തിനുള്ളിൽ, ഒരു 10 കൊല്ലത്തിനുള്ളിൽ അതിൻ്റെ വാല്യൂ തിരിച്ചു കയറും, അത് കൂടിക്കൊണ്ടേയിരിക്കും. എന്നും ഡിമാൻഡ് ഉണ്ടാകുന്ന സാധനങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്തരം നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകുക. അതിൽ മാത്രം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. ഇതും ജനറേഷൻ വെൽത്ത് അഥവാ സൈലൻറ്റ് മണി ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇത്രയാണ് ജനറേഷൻ വെൽത്തും നോൺ ജനറേഷൻ വെൽത്തും തമ്മിലുള്ള വ്യത്യാസം. പ്രിയപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much.